കുട്ടികളുടെ മൊബൈൽ ഉപയോഗത്തിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. 18 വയസ്സുവരെയുള്ള കുട്ടികളുടെ സ്ക്രീൻ ഉപയോഗം പരിമിതപ്പെടുത്തുവാൻ നിയമനിർമ്മാണത്തിന് ശുപാർശ നൽകി കമ്മീഷൻ ഉത്തരവിറക്കിയിട്ടുണ്ട്. സ്കൂളുകളിൽ ബാഗ് പരിശോധന പാടില്ല എന്ന് നിർദ്ദേശിച്ച കമ്മീഷൻ നിയമം ലംഘിക്കുന്ന കുട്ടികൾക്കെതിരെയുള്ള നടപടികൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നും ഈ നിയമനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ കുട്ടികൾ മൊബൈൽ സ്ക്രീനുകൾക്ക് മുന്നിൽ തളച്ചിടപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കോവിഡിന് ശേഷം കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന സ്ക്രീൻ അഡിക്ഷൻ വലിയ തരത്തിലുള്ള സാമൂഹിക പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ബാലാവകാശ കമ്മീഷന്റെ നിർണായകമായ ഇടപെടൽ. 18 വയസ്സുവരെയുള്ള കുട്ടികളുടെ സ്ക്രീൻ സമയം നിയന്ത്രിക്കാൻ നിയമം വേണമെന്ന് കമ്മീഷന്റെ കർശന നിർദ്ദേശം. ഈ വിഷയത്തിൽ കൃത്യമായ നിയമം കൊണ്ടുവരുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല സമിതി രൂപീകരിക്കും. വെറുതെ ഒരു നിയമമല്ല ഇത്. ഇതിൽ വനിതാ ശിശു വികസന വകുപ്പിലെ ഉദ്യോഗസ്ഥരും ആരോഗ്യരംഗത്തെ ഉദ്യോഗസ്ഥരും IT വകുപ്പ് സെക്രട്ടറിമാരും സംസ്ഥാന പോലീസ് മേധാവിയും അംഗങ്ങളായിരിക്കും. വരും തലമുറയുടെ മാനസികാരോഗ്യത്തെയും ശാരീരിക സുസ്ഥിരതയും ബാധിക്കുന്ന വിഷയമായത് കൊണ്ട് തന്നെ ഇത്രയും വിപുലമായ ഒരു സമിതിക്ക് കമ്മീഷൻ രൂപം നൽകിയിരിക്കുന്നത്. ആരോഗ്യ വിദഗ്ധരുടെ പഠനങ്ങൾ അനുസരിച്ച് കുട്ടികൾ എത്ര സമയം സ്ക്രീനിന് മുൻപിൽ ചിലവഴിക്കണം എന്നതിന് കമ്മീഷൻ വ്യക്തമായ മാർഗരേഖ പുറത്തിറക്കിയിട്ടുണ്ട്. അവ എങ്ങനെയാണെന്നൊന്ന് പരിശോധിക്കാം. 2 വയസ്സുവരെയുള്ള കുട്ടികൾ, അവർക്ക് മുൻപിൽ വീഡിയോ കോളിന് മാത്രമേ സ്ക്രീൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. മറ്റൊരു കാര്യങ്ങൾക്കും സ്ക്രീൻ ഉപയോഗിക്കരുത്. ഇനി 5 വയസ്സുവരെയുള്ള കുട്ടികൾ, മാതാപിതാക്കളുടെ അറിവോടുകൂടി പരമാവധി 1 മണിക്കൂർ മാത്രം. 12 വയസ്സുവരെയുള്ള കുട്ടികളോ സ്ക്രീൻ സമയം പരമാവധി 2 മണിക്കൂർ. ഇനി 18 വയസ്സുവരെയുള്ള കുട്ടികളെ എടുത്താൽ പഠനത്തിന് ആവശ്യമായ സമയശേഷം വിനോദങ്ങൾക്കായി 2 മണിക്കൂർ മാത്രം മൊബൈൽ ഫോണിൽ ചെലവഴിക്കുക. ഇതും രക്ഷിതാക്കളുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ മാത്രം. മൊബൈൽ ഗെയിമുകളും സോഷ്യൽ മീഡിയയും കുട്ടികളുടെ മാനസികവും വൈകാരികമായ വളർച്ചയെ ദോഷകരമായി ബാധിക്കുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഈ കർശന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇനി സ്കൂളിലെ കാര്യം നോക്കാം. ക്ലാസ് മുറികളിൽ മൊബൈൽ ഫോണോ ടാബോ കൊണ്ടുവരാൻ കുട്ടികൾക്ക് യാതൊരു കാരണവശാലും അനുവാദമില്ല. ഇനി കൊണ്ടുവരേണ്ട സാഹചര്യമാണ് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് രക്ഷിതാവിന്റെ ഒരു അപേക്ഷ സഹിതം ഫോൺ ക്ലാസ് ടീച്ചറെ ഏൽപ്പിക്കണം. അനുവാദമില്ലാതെ ഫോൺ കൊണ്ടുവന്നാൽ ആദ്യം ഒരു താക്കീത് നൽകും. കുറ്റം വീണ്ടും ആവർത്തിച്ചാൽ ഫോൺ പിടിച്ചെടുക്കും. പക്ഷേ അത് എന്നേക്കുമായിട്ടല്ല എന്ന് മാത്രം. ഒരാഴ്ചക്ക് ശേഷം രക്ഷിതാവിനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി രക്ഷിതാവിന് ഫോൺ തിരികെ നൽകും. ഇവിടെയാണ് അധ്യാപകർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുട്ടികളുടെ ബാഗ് പരിശോധിക്കുന്നതോ ദേഹ പരിശോധന നടത്തുന്ന സമയത്തോ അവരുടെ അന്തസ്സിനെ ബാധിക്കുന്ന തരത്തിൽ ഒരിക്കലും അതാവരുത്. സ്നേഹത്തോടെയും സൗഹൃദത്തെയും വേണം ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എന്നാണ് കമ്മീഷൻ ഉത്തരവ് പ്രകാരം പറയുന്നത്. അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകണമെന്നും കമ്മീഷൻ നിർദ്ദേശിക്കുന്നു. വെറും നിരോധനം കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് നമുക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ അവബോധം എന്ന വിഷയത്തിൽ വർഷത്തിൽ 4 തവണ വിദഗ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ക്ലാസുകൾ സ്കൂളുകളിൽ സംഘടിപ്പിക്കണം. ഈ അവബോധം കുട്ടികൾക്ക് മാത്രം മതിയോ? പോരാ. കുട്ടികൾ കണ്ടു വളരുന്നത് നമ്മുടെ വീട്ടിലെ മുതിർന്നവരെയും അവരുടെ രക്ഷിതാക്കളെയുമാണ്. പ്രധാനമായും രക്ഷിതാക്കളും ഈ ഡിജിറ്റൽ അവബോധം കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നാണ് അർത്ഥം. കുട്ടികൾ മൊബൈൽ ഫോണിൽ നിന്ന് മാറ്റണമെങ്കിൽ അവർക്ക് മറ്റു വിനോദങ്ങൾ കൂടെ നൽകണം. കായിക വിനോദങ്ങൾ, യോഗ, വായന, ക്രാഫ്റ്റ് വർക്കുകൾ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലായിരിക്കും അടുത്ത അധ്യയന വർഷം മുതലുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ളതും കമ്മീഷൻ വ്യക്തമാക്കുന്നു. 2026-27 അധ്യയന വർഷം മുതൽ പ്രാബല്യത്തിൽ ഈ കാര്യങ്ങൾ വരുമെന്ന കാര്യത്തിലും സംശയമില്ല. Waytonikah.com, the exclusive Muslim matrimonial site.